ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 33-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശമാണ് സ്വർഗരാജ്യമെന്ന്. പുളിമാവ് എങ്ങനെയാണോ ഈ മാവിനെ മാറ്റിമറിക്കുന്നത്, അതുപോലെയാണ് ദൈവവചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇതൊരു ഇൻവിസിബിൾ ആക്ഷൻ അല്ലെങ്കിൽ അദൃശ്യമായ പ്രവർത്തനമാണ്. ദൈവവചനം എന്നത് കുറെ അക്ഷരങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് അത് ചൈതന്യമുള്ളതാണ്, ജീവനുള്ളതാണ്. അതുകൊണ്ടാണ് ഹെബ്രായർക്കുള്ള ലേഖനം അതിന്റെ 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്: ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നു എന്ന്. ഇവിടെ നടക്കുന്നത് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ സമ്പൂർണമായ രൂപാന്തരണമാണ്. ഈ പുളിച്ച മാവിന്റെ ഒരു ഭാഗത്തെ മാത്രമല്ല മാറ്റുന്നത്, ആ മാവിനെ മുഴുവനായും പുളിപ്പിക്കുന്നത് പോലെ ദൈവവചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും സംസാരത്തിലും ഹൃദയത്തിലും ഒക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു. സമഗ്രമായ മാറ്റം അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ചേഞ്ച്. അതുകൊണ്ടാണ് ദൈവവചനമാകുന്ന പുളിമാവിനെ നമ്മുടെ ഹൃദയമാവുന്ന മാവിലേക്ക് സ്വീകരിച്ച് ഹൃദയത്തിൽ രൂപാന്തരപ്പെട്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.